ഗ്രാൻഡ്മാസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്ന വീഡിയോ കുക്കിങ്ങുമായിട്ട് ബന്ധമുള്ളതല്ല. ഓണക്കാലമായ തിരുവോണത്തിന് ഓണം കൊള്ളുന്നതിന് വേണ്ടി സാധാരണ വീടുകളിലൊക്കെ ഓണത്തപ്പന് തയ്യാറാക്കുന്ന ഒരു പതിവുണ്ട്. ഇത് മണ്ണ് വെച്ചാണ് ചെയ്യുന്നത്. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ള എല്ലാവരും തന്നെ ഇതിനെ വീടുകളിൽ തന്നെ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. ഓണത്തപ്പന ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മണ്ണ് എടുക്കുമ്പോൾ അതിൽ ചരലൊന്നും അധികം ഇല്ലാത്ത തരം മണ്ണാണ് വേണ്ടത്. പുറ്റ് മണ്ണ് എന്ന് പറയുന്ന ഈ ചെതൽപുറ്റിൻ്റെ മണ്ണുണ്ടാവും. അത് പറമ്പുകളിലൊക്കെ സാധാരണ കാണുന്ന ഒന്നാണ്. ആ തരം ഒരു ചെതൽപുറ്റ്, ചെറിയൊരു ചെതൽപുറ്റാണുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് ഈ ഓണത്തപ്പന തയ്യാറാക്കാം. ചെതൽപുറ്റൊക്കെ ആകുമ്പോൾ ഇതിന് ചെറിയൊരു പശ പോലെ ഉണ്ടാവും. അധികം കല്ലൊന്നും കാണില്ല, ചരലും കാണില്ലാത്ത തരം മണ്ണാണ്. അപ്പം അതുകൊണ്ട് വേണം, അങ്ങനെയുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഓണത്തപ്പനെ തയ്യാറാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോകും. ഇനി നമുക്ക് ഈ മണ്ണിനെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. ആദ്യം ഇതിലുള്ള ഈ വേരുകൾ, ഇല, ഉണങ്ങിയ ഇലയും അതൊക്കെ എടുത്തൊന്ന് കളയാം. ഒക്കെ പറക്കി കളഞ്ഞിട്ട് വേണം നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട്. ചിലപ്പോൾ വല്ല ഞാഞ്ഞൂല്, ചെറിയ ഞാഞ്ഞൂല് കുഞ്ഞുങ്ങളോ അങ്ങനെയൊക്കെ കാണും. ഒച്ചിൻ്റെ ചെറുതാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ജീവികളൊക്കെ ഇതിൽ കാണും. അത്യാവശ്യം കുറേയൊക്കെ പോയിട്ടുണ്ട്. ഇനി ചെറുതരം വേരുകൾ ഓരോന്നൊക്കെ ഇതിൽ കിടക്കണുണ്ടാവും. അത് ഗ്രാമപ്രദേശങ്ങളിലുള്ള വീടുകളിലും ഒക്കെയാണ് ഇങ്ങനെയൊക്കെ തയ്യാറാക്കുന്നതുള്ളൂ. പിന്നെ ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതിനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ഇപ്പോൾ ഓണത്തപ്പനയൊക്കെ മാർക്കറ്റിൽ മേടിക്കാൻ നമുക്ക് ഷോപ്പിലൊക്കെ കിട്ടും. മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതും കിട്ടും, മരം കൊണ്ടുള്ള തരവും അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും. അതുകൊണ്ട് പലരും ഇങ്ങനെയൊന്നും ഇതിനൊന്നും മെനക്കെടാതെ കടകളിൽ നിന്ന് മേടിക്കലാണ് സാധാരണ ചെയ്യണത്. ഇനി ഇതിനെ നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ഇത് വെള്ളം ഇതിന് നല്ലോണം ഉണ്ട്, നന്നായിട്ട് മഴയൊക്കെ നനഞ്ഞ് കിടക്കണതാണ്. എന്നാലും കുഴച്ച് നോക്കുമ്പോൾ വെള്ളം കുറവ് പോലെ തോന്നിക്കഴിഞ്ഞാൽ മാത്രം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അധികം വെള്ളമായി കഴിഞ്ഞാൽ ഇത് ഉണങ്ങി വരാനായിട്ട് താമസം എടുക്കും. ഒരു ഷേപ്പൊന്നും കിട്ടില്ല. ഓണത്തപ്പൻ്റെ ഷേപ്പ് എങ്ങനെയാന്ന് എല്ലാവർക്കും അറിയാലോ. ഒരു കോണിക്കൽ ഷേപ്പിലുള്ളതാണ്. അതിൻ്റെ അടിവശം എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ ആയിട്ടിരിക്കും. ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയറായിട്ട് ചതുരത്തിലുള്ള ഒരു അടിവശവും മുകളിലേക്ക് കോണാകൃതിയിലും അങ്ങനെ വരുന്ന ഒന്നാണ്.
ഓണത്തപ്പൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയൊരു അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. മണ്ണ് കിട്ടണതിൻ്റെ അനുസരിച്ചും ഒക്കെ ചെയ്യാവുന്നതാണ്. ഒത്തിരി വലുതും ആവാതെ വേണമെന്നൊന്നുമില്ല. തീരെ ചെറുതാവാതിരുന്നാൽ മതി. അങ്ങനെ പല വലുപ്പത്തിലുള്ള തരം ആണ് നമ്മൾ ചെയ്യണത്. ഒരു നല്ല ഉയരത്തിലുള്ള ഒരെണ്ണം വേണം, അതിൻ്റെ താഴെ നിൽക്കണ വേറെ ഒന്ന്, അങ്ങനെ പല വലുപ്പത്തിലുള്ള ഓണത്തപ്പന്മാരെ തയ്യാറാക്കും. ഇതിപ്പോൾ പാകത്തിനുള്ള നനവ് വന്നിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെയുള്ളൊരു ഷേപ്പാണ് സാധാരണ ഓണത്തപ്പന് വരുന്നത്. മുകൾ ഭാഗം നല്ലതുപോലെ ഇതുപോലെ ഇങ്ങനെ കുറച്ചുകൂടെ കൂർത്ത് വരാൻ പറ്റണം. അത് നമ്മളിങ്ങനെ മുട്ടി താഴെ ഇങ്ങനെ മുട്ടി ശരിയാക്കി എടുക്കണം. വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഷേപ്പ് കിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 2 ദിവസമൊക്കെ ഒന്ന് വെയിൽ കൊള്ളിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് പരത്തി ഇതുപോലെ തല്ലി ശരിയാക്കി എടുക്കണം. നിലത്തിട്ട് ഇങ്ങനെ മുട്ടി ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഓണത്തപ്പൻ്റെ ചെറിയൊരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെള്ളം ഒന്ന് വലിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ നിലത്തിട്ട് മുട്ടി ശരിയാക്കി എടുക്കണം. അപ്പോൾ കുറച്ചും കൂടെ ഷേപ്പ് കിട്ടും. ഈ സൈഡൊക്കെ ഒന്നും കൂടെ നന്നായിട്ട് വരും. 4 സൈഡുകളും ഉള്ള ഒരു ഓണത്തപ്പനെയാണ് ഞാനിവിടെ റെഡിയാക്കിയത്. വേണമെങ്കിൽ ഇതിങ്ങനെ റൗണ്ടായിട്ടുള്ളത് അങ്ങനെയും തയ്യാറാക്കാം. നമുക്ക് ഒരെണ്ണം കൂടെ ഇതുപോലെ തയ്യാറാക്കാം. ഓണത്തപ്പൻ എത്ര എണ്ണം വെച്ച് ഉണ്ടാക്കുമെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ഒറ്റ നമ്പറുകളിലാണ് ഉണ്ടാക്കുന്നത്. 3, 5, 7 അങ്ങനെയുള്ള ഒറ്റ നമ്പറുകൾ വെച്ചിട്ടാണ് സാധാരണ വീടുകളിലൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഓണം കൊള്ളാനൊക്കെ വെക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു നമ്പറിലാണ് വയ്ക്കുന്നത്. ഈ 2 ഓണത്തപ്പനെ നമുക്ക് ഒന്ന് വെള്ളം വലിയാനായിട്ട് ഒന്ന് വയ്ക്കാം, വെയിലത്തൊന്ന് വെച്ച് കൊടുക്കാം. ഓണത്തപ്പനെ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ വീട്ടിലെ 2 ഉപകരണങ്ങളും കൂടെ ചെയ്യാറുണ്ട്. അതൊക്കെ പണ്ട് തുടങ്ങി അങ്ങനെ ചെയ്യുന്നതാണ്. അമ്മി, ഉരലും, ഇത് 2ഉം കൂടെ തയ്യാറാക്കും. അത് കൂടെ നമുക്ക് റെഡിയാക്കാം. ആദ്യം നമുക്ക് അമ്മി എന്ന് പറഞ്ഞാൽ അത് ഒരു അമ്മിയുടെ ഒരു ഷേപ്പ്, അത്രയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ഇനി ചെറിയൊരു അമ്മിപ്പിള്ള വേണം. അമ്മി മാത്രം പോരല്ലോ, അരയ്ക്കാനായിട്ട് അമ്മിപ്പിള്ളയും കൂടെ വേണ്ടേ.
ഇനി ഉരലാണ് വേണ്ടത്. നമ്മുടെ ഊരലും റെഡിയായി. പിന്നെ ഊരലിന് വേണ്ടി ഉലയ്ക്ക. ഇത് അമ്മിപ്പിള്ള ഉണ്ടാക്കിയതിനേക്കാളും കുറച്ചുകൂടെ ഒരു നീളത്തിൽ ഇത്തിരി വണ്ണം കുറച്ച് റെഡിയാക്കാം. ഇത് നമുക്ക് ആദ്യം ഉണ്ടാക്കി വെച്ച ഓണത്തപ്പനെ ചെറുതായിട്ടൊന്ന് മുട്ടി ശരിയാക്കി നോക്കാം. ഒരല്പസമയം വെയിൽ കൊണ്ടിട്ടുണ്ട്. ഇതുപോലെ പതുക്കെ ഒന്ന് മുട്ടി. ഇപ്പം കണ്ടോ, നേരത്തേക്കാളും കുറച്ചുകൂടെ നീളമൊക്കെ വന്നു. ചെറുതായിട്ടാണ് മുട്ടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത് അല്ല ഒത്തിരി ആഞ്ഞ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൊട്ടൊക്കെ വീഴും. എങ്ങനെയായാലും ഇത് ഒരു പ്രാവശ്യത്തെ ഓണത്തിന് മാത്രം വേണ്ടി തയ്യാറാക്കുന്നതാണ്. അടുത്ത വർഷത്തേക്ക് വേറെ ഉണ്ടാക്കുകയാണ് സാധാരണ പതിവ്. ഞങ്ങളുടെ ഈ നാട്ടിൻപുറത്തൊക്കെ അങ്ങനെയാണ് ചെയ്യണത്. പിന്നെ സൂക്ഷിച്ച് വയ്ക്കുന്നവരും ഉണ്ട്. ഇതും അതുപോലെ ഒന്ന് മുട്ടിയെടുക്കാം. ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് വളഞ്ഞ ഒരു ഷേപ്പിലാക്കി എടുക്കാം. ഇതുപോലെ ചെറിയൊരു വളവ് ഒരെണ്ണത്തിന് ആവശ്യമാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തപ്പൻ്റെ രൂപം എങ്ങനെയായിരിക്കും എന്നൊന്നും ആർക്കും അത്ര വലിയ നിശ്ചയമില്ലല്ലോ. അതുകൊണ്ട് അപ്പം അത് ചിലപ്പോൾ പ്രായമായി മുതുവൊക്കെ വളഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ഒരു ഓണത്തപ്പനാണെങ്കിലോ എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇങ്ങനെയും തയ്യാറാക്കുന്നത്. ഇത് ഞാൻ ഇന്നലെ റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇതിനേക്കാളൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് വെള്ളം വലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ചെറുതായിട്ടൊന്ന് നിലത്തിട്ടൊന്ന് മുട്ടി ശരിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം ഒരല്പം വെള്ളം ഒന്ന് തൊട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഉടഞ്ഞു പോയാലോ. ഇതുപോലെ വെള്ളം വലിയണതിൻ്റെ അനുസരിച്ച് ഇതുപോലെ ഒന്ന് മുട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ കുറച്ചുകൂടെ നീളത്തിലായി വലുതായി കിട്ടിക്കൊണ്ടു. ഇത് കഴിഞ്ഞ വർഷം തയ്യാറാക്കിയ ഓണത്തപ്പനാണ്. ഇതിനെ ഇതുപോലെയൊക്കെ ഒന്ന് അലങ്കരിച്ചെടുക്കണം ഓണത്തപ്പനെ. കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയത് ഞാൻ കളയാതെ വെച്ച ഒരു 3-4 ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതിലൊന്നാണിത്. ഇത് നമുക്ക് വീണ്ടും ഉപയോഗിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. സാധാരണ രീതിയിൽ ഇത് മഴക്കാലമൊക്കെ ആയി കഴിയുമ്പോൾ വെറുതെ മണ്ണ് മാത്രം കുഴച്ചുണ്ടാക്കണമെന്നാവുമ്പോൾ മഴയൊക്കെ കൊണ്ടു കഴിയുമ്പോൾ അതങ്ങ് കുഴഞ്ഞു പോവുകയാണ് പതിവ്. ഇതിപ്പോൾ ഞാൻ എടുത്ത് സൂക്ഷിച്ച് മാറ്റി വെച്ചത് കൊണ്ട് മാത്രം ഇങ്ങനെ ഇരുന്നതാണ്. ഇനി നമുക്ക് ഓണത്തപ്പനെ അലങ്കരിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. അത് സാധാരണ ഉത്രാടം നാളിലാണ്, ഓണത്തിൻ്റെ തലേ ദിവസം ആണ് അതൊക്കെ ചെയ്തു വെക്കുക പതിവ്.
അപ്പോൾ ഇപ്പം നമുക്കത് നമ്മളുണ്ടാക്കിയ ഓണത്തപ്പനൊന്ന് ഉണങ്ങി വന്നതിന് ശേഷം വേണം അതൊക്കെ ചെയ്യാനായിട്ട്. ഉത്രാടമൊക്കെ ആവണല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യും എന്നുള്ളത് അതും കൂടെ ഞാൻ ഈ വീഡിയോയിലൊന്ന് കാണിച്ചു തരാം. ഓണത്തപ്പനെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കണുള്ളൂ. അത് കുറച്ച് അരിപ്പൊടി, ഇത് പച്ച അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ഇതിപ്പോൾ വറുത്ത പൊടിയാണ്, എന്നാലും കുഴപ്പമില്ല. ഇത് കുറച്ച് കാച്ചിലിൻ്റെ ഇലയാണ്. കാച്ചിലിൻ്റെ ഇല അല്ലെങ്കിൽ ചെമ്പരത്തി ഇതിൻ്റെയൊക്കെ ഇല എടുക്കുക. അതായത് വെള്ളത്തിലിട്ട് ഒന്ന് ഞെരടി കഴിയുമ്പോൾ ചെറിയൊരു വഴുവഴുപ്പോട് കൂടിയിട്ട് ആ വെള്ളം ആയി കിട്ടും. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഇല ഏതെങ്കിലും എടുക്കുന്നത്. ഇത് വെള്ളം ഒഴിച്ച് പതുക്കെ ഒന്ന് ചതച്ച് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ആയിക്കോളും. അല്ലെങ്കിൽ ഇതുപോലെ കൈകൊണ്ട് തന്നെ ഞെരടി എടുക്കുക. അപ്പോൾ ആ വെള്ളത്തിന് ചെറിയത് ഒരു വഴുവഴുപ്പോട് കൂടിയിട്ടുള്ള വെള്ളം. നമ്മൾ താളിയൊക്കെ ചെമ്പരത്തിയുടെയൊക്കെ താളി ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ഇരിക്കണേ അതുപോലെ ഇരിക്കും. ഇതാ കണ്ടോ, ഇതുപോലെ ഇതെങ്ങനെ അത് ഇല കൂടുതലും എടുക്കുന്നതിൻ്റെ അനുസരിച്ച് വെള്ളത്തിൻ്റെ വഴുവഴുപ്പ് നല്ല കട്ടിയിലായിട്ട് കൂടി കിട്ടും. ഇതുപോലെ കുറച്ച് ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് ഈ വെള്ളം ഒഴിച്ചിട്ട് വേണം ഈ പൊടി കുഴച്ചെടുക്കാനായിട്ട്. പൊടി ഇതിൽ കളറ് കിട്ടണം എന്നുള്ളവർക്ക് മഞ്ഞ കളറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഉപയോഗിക്കാം. പിന്നെ അല്ലെങ്കിൽ കുങ്കുമങ്ങൾ, പല കളറിലുള്ള കുങ്കുമങ്ങൾ കിട്ടുമല്ലോ. അപ്പോൾ അത് മേടിച്ചിട്ട് പല കളറിലുള്ള ഇതുപോലുള്ള കൂട്ടുകൾ ഉണ്ടാക്കിയിട്ട് പൊട്ട് കുത്തിക്കും പോലെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പൊട്ട് കുത്തിക്കുക. അങ്ങനെ പല രീതിയിലും അലങ്കരിക്കുന്നവരുണ്ട്. അപ്പം ഞാൻ സാധാരണ വെറുതെ ഇതുപോലെ തന്നെ ഇങ്ങനെ ഒഴിച്ച് ചെയ്യലാണ് പതിവ്. പച്ചപ്പൊടിയാണെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞ് കിട്ടിക്കോളും. ഇതിപ്പോൾ ഇത്തിരി വറുത്ത പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എത്തരം പൊടിയായാലും കുഴപ്പമില്ല. ഇതാ കണ്ടോ, അങ്ങനെ ഒരു വഴുവഴുപ്പുള്ളത് കൊണ്ട് ഇതിന് നല്ലൊരു കുഴമ്പ് പോലുള്ളൊരു രീതിയിലാണ് നമുക്ക് ഈ മാവ് കിട്ടിയേക്കണത്. ഇതിനെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ പൊട്ട് പോലെ ഇങ്ങനെ തൊടിയിക്കും. അങ്ങനെയൊക്കെ തൊടിയിച്ച് അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മുകളിൽ കൂടെ ഒഴുക്കി ഇറങ്ങാൻ പാകത്തിനുള്ള ഇത് ഇങ്ങനെ വരും. ഇങ്ങനെയാണ് ഓണത്തപ്പനെ അലങ്കരിക്കാൻ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന രീതി. ഇത് അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് വെക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ശരിക്കും കഴുകിയിട്ട് വേണം ഇപ്പോൾ ഈ ഓണത്തപ്പനെ ഞാൻ എടുക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ശരിക്കും ഒന്ന് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കഴുകി കളഞ്ഞിട്ട് പുതിയതായിട്ട് ഒരു ഇതുപോലെ മാവ് തയ്യാറാക്കി എടുത്ത് വേണം ചെയ്യാനായി അലങ്കരിക്കാനൊക്കെ. ഓണവും ഓണാഘോഷങ്ങളെയും കുറിച്ച്, ഞങ്ങളുടെ നാട്ടിലുള്ള ഓണാഘോഷങ്ങളെക്കുറിച്ചൊക്കെ എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് മറ്റുള്ള നാടുകളിലുള്ള ഓണാഘോഷം എന്ന് എനിക്കറിയാം. ഞങ്ങളുടെ നാട്ടിൻപുറത്തുള്ള ഓണാഘോഷങ്ങൾ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പം ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഓണാഘോഷങ്ങളെക്കുറിച്ച് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് കമൻ്റ് ഇടുമല്ലോ. തീർച്ചയായിട്ടും കമൻ്റ് ഇടണേ. ഞങ്ങൾക്ക് ഒന്ന് അറിയാലോ എങ്ങനെയാണ് ഇത് മറ്റുള്ള നാടുകളിലൊക്കെ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.